നാട്ടിലെ രുചികളിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു യോഗട്ട് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? യോഗട്ടാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അല്ലല്ല, ചിക്കനാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അത് കഴിഞ്ഞാൽ യോഗട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഈസി ആയിട്ടുള്ള ഈ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ആ ഒരു മാരിനേറ്റ് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കപ്പ് യോഗട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് തൈരോ എന്ത് വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു എരിവിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ അതും ആഡ് ചെയ്യാം. അപ്പോൾ 1 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി ഇതേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിൽ നോർമൽ ചില്ലി പൗഡർ ആണുള്ളതെങ്കിൽ അതും ആഡ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങളൊന്ന് അളവൊന്ന് വ്യത്യാസപ്പെടുത്തണം, അത്രേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ഞാനിവിടെ എല്ലും കൂടി ചേർന്നിട്ടുള്ള പീസുകളാണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്നാണ് കറി തയ്യാറാക്കേണ്ടതെങ്കിൽ ബ്രസ്റ്റ് പീസോ തൈ പീസോ അത് എല്ലില്ലാത്ത കഷ്ണങ്ങൾ എടുത്താൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡിയാവും. പക്ഷേ ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഒക്കെ വരണമെങ്കിൽ കുറച്ച് എല്ലുള്ള കഷ്ണങ്ങളും കൂടി ഇടുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്താണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് പ്രഷർ കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കാം. ഇനി ഒരു അടി കട്ടിയുള്ള പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. കോക്കനട്ട് ഓയിലൊന്നും ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ അനൈസ്, പിന്നെ ഒരു ബേ ലീഫ്, ഇത്രയും സാധനങ്ങൾ ചെറിയ തീയിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് ഒക്കെ ഒന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും ചേർത്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന അണിയനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഇളക്കാനായിട്ട്. അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് അങ്ങനെ അതിലേക്ക് ഇട്ടത് കൊണ്ടാണ്. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്തിട്ടിട്ടാൽ അത് ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ സവോള നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തു. പിന്നെ ഇതിലേക്ക് പെട്ടെന്ന് സവോള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് കേട്ടോ ഇട്ടേക്കുന്നത്. നമ്മുടെ സവോള ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട, ഒരു ട്രാൻസ്ലൂസൻ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് നീളത്തിലരിഞ്ഞ ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി പഴുത്ത തക്കാളി എടുക്കണം. ഞാനിവിടെ അത്യാവശ്യം വലിയൊരു തക്കാളിയാട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ 2 എടുക്കാം. നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അധികം പുളിയില്ലാത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ നാടൻ തക്കാളി ഇല്ലേ, റൗണ്ട് ഷേപ്പിലുള്ളത്, അതെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അതാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അരി കളഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ ഈ കറിയിലേക്ക് ആഡ് ചെയ്യാം. ഇതായിട്ട് നമ്മുടെ തക്കാളിക്ക് ഇവിടെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടോ, നന്നായിട്ടൊരു ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം. നമ്മളിനി ഒരുപാട് മസാലകളൊന്നും ഈ ചിക്കന് ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പം തയ്യാറാക്കിയ ആ മസാലകളൊക്കെ തന്നെയാണ് ഉള്ളൂ. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നോർമൽ ചില്ലി പൗഡർ ഇടാം. പക്ഷേ ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോഴും ഇവിടെ ഇടുന്നത് കൂടെ അനുസരിച്ചുള്ള ആ ഒരു അളവ് വ്യത്യാസപ്പെടുത്തണം, അത്രയേ ഉള്ളൂ. പിന്നെ ഗ്രീൻ ചില്ലി വേണമെങ്കിൽ ഇടാം നിങ്ങൾക്ക് ഈ സമയത്ത്. ഇനി അതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡ്സ് ടു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ആക്ച്വലി നമുക്ക് ഈ ചിക്കൻ തലേദിവസം തന്നെ ഓവർനൈറ്റ് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസം, അതായത് രാത്രിയിലൊക്കെ ഓവർനൈറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറച്ചും കൂടെ ടെൻഡറായിട്ട് നല്ല ജ്യൂസി ആയിട്ടൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ചിക്കൻ എപ്പോഴും ഒരു 1.5 കിലോ ഒക്കെ ഉള്ളൊരു ചിക്കൻ എടുക്കാൻ നോക്കുക. ഇങ്ങനെ കറി വെക്കുമ്പോൾ ഒരുപാട് മൂത്ത കോഴിയാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് വേവിൻ്റെ അളവിലും ആ സമയത്തിലൊക്കെ വ്യത്യാസം വരും കേട്ടോ.
അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ ആ മസാലയിൽ നന്നായിട്ട് കോട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ചിക്കനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന വെള്ളമാണിത്. അപ്പോൾ ചിക്കൻ ഏകദേശം ഒരു അരമണിക്കൂർ മാക്സിമം എല്ലും കൂടി ഉള്ളത് കൊണ്ട് അത്ര ഒരു 20-25 മിനിറ്റൊക്കെ വേകേണ്ട ആവശ്യമേ ഉള്ളൂ. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവ് പോലെ ഇരിക്കും. എൻ്റെ ചിക്കൻ നല്ല ടെൻഡറായിട്ടുള്ളൊരു ചിക്കനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഇവിടെ കണ്ടോ, ഈ ഒരു അളവിലൊക്കെ വേണം കട്ട് ചെയ്യാൻ. ഞാനിവിടെ 65 പീസിൻ്റെ ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. ഒരുപാട് വലിയ കഷ്ണങ്ങളല്ല, ഒരുപാട് ചെറിയ കഷ്ണമല്ല, അത് രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ കുക്കിംഗ് ടൈം ഒരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ ഒന്ന് പറ്റി നല്ല തിക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി. അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ഇതങ്ങനെ നമ്മൾ യോഗട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഭയങ്കര പുളിയൊന്നുമില്ല. ഒരു ടാങ്കി ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഒരിക്കലും ഭയങ്കര ഓവർ പുളിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു 2 കിലോ 2.5 കിലോ ഒക്കെയുള്ള കോഴിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ കുറച്ച് ടെൻഡറായി ജ്യൂസി ആയിട്ടൊക്കെ ഇരിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെക്കാം. നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ട. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുന്ന സമയത്ത് നിങ്ങൾക്കൊരു 1/2 കപ്പ് ടു 1 കപ്പ് വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ കറി നോക്ക്, എന്ത് രസമാണെന്നറിയോ, എന്ത് ടേസ്റ്റാണെന്നറിയോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ്, വളരെ എളുപ്പത്തിലുണ്ടാക്കാം. നിങ്ങൾ എല്ലില്ലാത്ത കഷ്ണങ്ങളാണെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ മാക്സിമം മതി കുക്കിംഗ് ടൈം. അതല്ല കുറച്ച് എല്ലും കൂടെയൊക്കെ ഉള്ള കഷ്ണമാണെങ്കിൽ മാക്സിമം ഒരു 30 മിനിറ്റിന് ഉള്ളിൽ നിങ്ങൾക്ക് കറി വെക്കാൻ പറ്റും. പിന്നെ രാത്രിയിലൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റോ മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് അഭിപ്രായം പറയാം. പിന്നെ നമുക്കിത് നമ്മുടെ സ്റ്റീംഡ് റൈസ്, റൊട്ടി, പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഗീ റൈസ്, ജീര റൈസ്, അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര ഈസി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.